കരൺ ശർമ്മ ഡയറക്റ്റ് ചെയ്ത് രാജ്കുമാർ റാവു, വാമിക തുടങ്ങിയവർ അഭിനയിച്ച ഭൂൽ ചുക് മാഫ് എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനും നായികയും ഒരു ഒളിച്ചോട്ടത്തിലാണ്. അതിനിടയ്ക്ക് ചെറിയൊരു തർക്കം വരുന്നു. പോലീസ് അവരെ കണ്ടെത്തുന്നു, പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു. പിന്നീട് രണ്ടുപേരുടെയും കുടുംബങ്ങൾ എത്തുന്നു. പെൺകുട്ടിയുടെ അച്ഛന്, അതായത് നായികയുടെ അച്ഛന് ഒരിക്കലും താല്പര്യമില്ല, കാരണം ചെക്കന് ജോലിയില്ല എന്നൊക്കെയാണ്. കാരണം പെൺകുട്ടിയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ല ഫാമിലിയാണ്. അന്നേരമാണ് ശരി ജോലി വാങ്ങിയിട്ട് വരാം, കുറച്ച് സമയം വേണം എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് ജോലി വാങ്ങണം, 2 മാസം സമയം തരും, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ മകളെ വേറെ ആൾക്ക് കെട്ടിച്ചു കൊടുക്കും. 2 മാസത്തിൽ ഒരിക്കലും ഗവൺമെന്റ് ജോലി കിട്ടാൻ സാധ്യതയില്ല. അങ്ങനെ ഈ നായകൻ എങ്ങനെയെങ്കിലും ഈ ജോലി സംഘടിപ്പിക്കണം എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ചെറിയ തരികട പരിപാടിയിലൂടെ ജോലി ഏകദേശം സെറ്റാവുന്നു, കല്യാണം റെഡിയാവുന്നു. അങ്ങനെ കല്യാണത്തിന്റെ തലേന്ന് ഈ ഹാൽദി പരിപാടി കഴിഞ്ഞ് പുള്ളി രാവിലെ ഹാൽദിക്കായി എണിക്കുന്നത്, അടുത്ത ദിവസം കല്യാണം ഇന്ന് സന്തോഷത്തോടെ കടന്നുറങ്ങുന്ന നായകൻ എണിക്കുന്നത് വീണ്ടും ആ ദിവസത്തിൽ തന്നെയാണ്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് പുള്ളി ഒരു ലൂപ്പിൽ പെട്ട് കിടക്കുകയാണ്. അതായത് കല്യാണം 30-ാം തീയതിയാണ്, 29-ൽ തന്നെ ഓരോ ദിവസവും ഉറങ്ങി എണീക്കുമ്പോഴും വരുന്നതാണ്. അങ്ങനെ അതൊരു ഭയങ്കര രസകരമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നായകൻ എല്ലാ ദിവസവും എണീക്കുന്നു, അത് കൂട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, നായികയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് താൻ ഈ ലൂപ്പിൽ പെട്ടുപോകുന്നതെന്ന് അറിയുന്നില്ല, ദൈവത്തിന്റെ ശിക്ഷയാണോ എന്താണെന്ന് അറിയുന്നില്ല. അങ്ങനെ അവസാനം അത് കണ്ടെത്തുകയും അത് സോൾവ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഈ സിനിമ. എനിക്ക് തോന്നുന്നു വളരെ ചെറിയൊരു പോയിന്റാണ്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയാണെന്ന് പുള്ളിയുടെ ഡയറക്ടർ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഈ ലൂപ്പിൽ പെട്ടുപോകുന്നത്, അല്ലെങ്കിൽ ഇതിന് പുറത്ത് കിടക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു ചെറിയൊരു മാറ്ററാണ്. അത് നല്ല രീതിയിൽ തന്നെ ഒരു പുള്ളി വെറൈറ്റി കൺസെപ്റ്റ് പിടിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ലൂപ്പ് ഇങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര അതൊരു വെറൈറ്റി യൂണീക്ക് ആയിട്ടുള്ള ഒരു ഐഡിയ തന്നെയാണ്. ആ ഐഡിയ ആണ് ഈ സിനിമ നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. മാത്രമല്ല അത്യാവശ്യം ഹ്യൂമറസ് ആയിട്ടുള്ള ഇതിലാണ് പറഞ്ഞു പോകുന്നത്. അവസാനം ചെറിയൊരു ഇമോഷണൽ ടച്ചും കൂടെ കൊടുത്ത് സിനിമ അവസാനിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ സിനിമ തോന്നിയത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഒരു ഡീസൻറ്റ് വാച്ചാണ് സിനിമ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കും.